ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നാത്തുൻ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹയാണ്. നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എങ്കിലും ചാനൽ പുതുതായിട്ട് കാണുന്നവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇന്ന് ഈസി പീസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും നമുക്ക് എന്താ പറയുക, കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാം. ഞാൻ ഈ ഒരു സ്പൂണാണ് കേട്ടോ, ടീസ്പൂൺ കണക്കിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജീരകം, അതേപോലെ ഒരു 10-12 കാഷ്യൂ, ഒരു 3 കാടം, നമ്മുടെ ഏലക്ക, കാശ്മീരി ചില്ലി ഒരു 2 എടുത്തിട്ടുണ്ട്, സാധാ മുളകായാലും മതി, ഉണക്കമുളക്, പിന്നെ വെളുത്തുള്ളി ഒരു 5 അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ ബട്ടർ. ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മഖനിയാണ് കേട്ടോ. ബിരിയാണി പ്ലെയിൻ റൈസും അതിന് കോമ്പിനേഷനായിട്ട് പനീർ മഖനിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാദാ ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏലക്ക, കറുവപ്പട്ട, ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ഒരു പിടി കാഷ്നട്ട്. ഞാനിവിടെ ഒരു 10-12 എടുത്തിട്ടുണ്ട്. ഉണക്കമുളക്, അത് കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതില്ല എങ്കിൽ സാദാ ഉണക്കമുളക് ഇട്ടാൽ മതി. അതിനോടൊപ്പം തന്നെ ഒരു വലിയ സവാള അരിഞ്ഞത്, അതേപോലെ തന്നെ 2 തക്കാളി അരിഞ്ഞത്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ വെള്ളത്തിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിനുശേഷം നമ്മൾ ഇത് പൊടികളും ചേർത്ത ശേഷം നമ്മളിത് മിക്സിയിൽ അടിച്ച് നമ്മൾ അതിൻ്റെ ഗ്രേവി പരുവത്തിനാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് തിന്നായിട്ട് തക്കാളിയോ സവാളയോ ഒന്നും അരിയണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് വെളുത്തുള്ളിയൊക്കെ മുഴുവനെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയ ശേഷം നമുക്കതിൻ്റെ അകത്തേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് പനീർ വിഭവങ്ങളിൽ ബട്ടർ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പനീർ ബട്ടർ മസാല ചെയ്യുമ്പോഴും അല്ലാത്ത വിഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൊതുവേ ബട്ടർ ചേർക്കാറുണ്ട്. ഈ പനീർ മഖനിക്കും നമ്മൾ ബട്ടർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് പോലെ നല്ലൊരു തിക്ക് ഗ്രേവിയുടെ പരുവത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പ്ലെയിൻ റൈസ്, ബിരിയാണി റൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ആദ്യമേ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കാഷ്നട്ട് വറുത്ത് കഴിഞ്ഞ് അതേ എണ്ണയിലേക്ക് തന്നെ 3/4 ടീസ്പൂണോളം ഷാജീര, 2 ബേ ലീഫ്, 5 ഗ്രാമ്പു, 1 ജാതിപത്രി, പിന്നെ നമ്മുടെ തക്കോലം, അതായത് സ്റ്റാർ അനീസ്, അത് എൻ്റെ പൊടിഞ്ഞു പോയതുകൊണ്ടാണ് കഷ്ണങ്ങളായിട്ട് കിടന്നിരുന്നത്, 5 ഏലക്ക, ഇതെല്ലാം കൂടെ നമ്മൾ ആ നെയ്യും എണ്ണയുടെ ചൂടായതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാള, അതായത് ഏകദേശം ഒരു 1.5 സവാളയോളമാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ടൊരു ബ്രൗൺ കളറാവണം. നമ്മുടെ ബിസ്തയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറിലായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ബിരിയാണി മസാലയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ഉള്ളി വറുത്തതിൻ്റെ ഒപ്പം ആ ബിരിയാണി മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് 250 ml അതായത് 250 ഗ്രാമിൻ്റെ 2 കപ്പ് അരിയാണ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്ത് എടുത്തു വെച്ചിരുന്നത്. ബസ്മതി റൈസാണ്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 3 കപ്പ്, 2 കപ്പാണ് അരി, 3 കപ്പ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു. 150 ml നമ്മുടെ പാല്, ചൂടാക്കിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 500 ഗ്രാം നമ്മുടെ ബസ്മതി റൈസിന് 900 ml അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം പാലും കൂടെ മിക്സ് ചെയ്ത് അതിനോടൊപ്പം ഞാൻ 2 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ആ വെള്ളം തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇത് കഴുകി വൃത്തിയാക്കി 10 മിനിറ്റ് സോക്ക് ചെയ്ത ശേഷം വെള്ളം വാർത്ത് എടുത്തു വെച്ചിരുന്ന ബസ്മതി റൈസാണ്. 2 കപ്പ്, അതായത് 500 ഗ്രാം ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അരി നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് 3 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലൊന്ന് തുറന്ന് വെച്ചതൊന്ന് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഹീറ്റിൽ, അതായത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ടെക്സ്ചറിൽ നമുക്ക് ആ ഒരു റൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ സമയം ഉൾപ്പെടെ ഈ ഒരു അളവിന് പറയുന്നത്. പലർക്കും വറ്റിച്ചെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. എനിക്കും ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് ഇതിങ്ങനെ ഈ കുക്കിംഗ് ടൈം ഇതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് അളവിൽ അല്ലെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടൊക്കെ നമുക്ക് റൈസ് കിട്ടി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പനീറിന് ആവശ്യമുള്ള ഗ്രേവി ഉണ്ടാക്കി അതേ പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കി അതിൻ്റെ പ്രിപ്പറേഷനും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും ബട്ടറും കൂടെ കൂടിയിട്ടൊന്ന് മെൽറ്റ് ചെയ്തു. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകുമായ നെയ്യിലും വെണ്ണയിലൊക്കെ കിടന്നിങ്ങനെ മൂക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. 250 ഗ്രാമിൻ്റെ പനീർ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള വലിപ്പത്തിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് പനീർ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചേർന്നിട്ടുള്ള ഒരു ബട്ടറിൽ കിടന്നിട്ടാണ് നമ്മുടെ ഈ ഒരു പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വെച്ച സമയത്ത് നമ്മുടെ 5 മിനിറ്റുള്ള നമ്മുടെ റൈസിൻ്റെ ഫസ്റ്റ് ഒരു കുക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് ഒന്ന് മിക്സ് ചെയ്തിടാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുങ്കുമപ്പൂവ് ചേർത്ത് തിളപ്പിച്ച പാല്, ഒരു 1/2 ഗ്ലാസ് പാല് ഞാൻ ചേർത്ത് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ നമ്മുടെ പുതിനയിലയോ അല്ലെങ്കിൽ നമ്മുടെ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പ്രത്യേകിച്ച് വേറെ ഇലകളൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഹീറ്റിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലെയിൻ ബിരിയാണി റൈസ് റെഡിയായി കിട്ടും. നമുക്ക് ഈ ഒരു റൈസിൻ്റെ കൂടെ ഏത് കറിയും കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് നമ്മളിന്ന് വെജിറ്റേറിയൻ ലഞ്ച് കോംബോ ആയതുകൊണ്ടാണ് നമ്മളിവിടെ പനീർ കറി അതിൻ്റെ കൂടെ സൈഡായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പനീറൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ആ ഒരു ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ കിടന്ന് അതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ പനീറിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പനീറിന് കുറച്ചൊരു സ്പൈസി ആയിട്ട് നമുക്ക് ആ പനീർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് നമ്മൾ ആദ്യം തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി വഴറ്റി മിക്സിയുടെ ചെറിയ ജാറിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പനീറിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ഗ്രേവി എത്താൻ പാകത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചൂടുവെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രേവി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറിൽ നിന്ന് കിട്ടുകയും ചെയ്യും. 1/2 കപ്പോളം വെള്ളം മതി. അത് ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂണോളം പഞ്ചസാരയാണ്. നമ്മളിങ്ങനത്തെ കറികൾ ചെയ്യുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം.
5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ റൈസ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല അടിപൊളി ടെക്സ്റ്ററിൽ നമ്മുടെ പ്ലെയിൻ ബിരിയാണി റൈസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ബിരിയാണി റൈസിനാണെങ്കിലും അതേപോലെ നമ്മുടെ കറിക്കാണെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറും ആ ഒരു ടെക്സ്ചറൊക്കെയാണ് കേട്ടോ. കാര്യം ഒരു പ്ലെയിൻ റൈസും പനീർ കറി അല്ലേന്ന് ചിന്തിക്കും, പക്ഷേ അത്യാവശ്യം നല്ല ഹെവിയാണ്. നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അത്യാവശ്യം റിച്ചായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. പോരാത്തതിന് നമുക്ക് ഇപ്പോൾ അറിയാലോ, നോയമ്പുകാരാണെങ്കിൽ വെജിറ്റേറിയൻസാണ് വരുന്നതെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുമെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ കറിയൊക്കെ തിളച്ച് കഴിഞ്ഞു. ഒരു 3 to 5 മിനിറ്റ്സ് മതി കേട്ടോ അതൊന്ന് റെഡിയായി കിട്ടാനായിട്ട്. കാരണം പനീറിന് ഒരുപാട് വേവൊന്നുമില്ല. ഒരുപാട് നേരം വേവിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റബ്ബർ പോലെ ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും അതേപോലെ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ ആ ഒരു റെസിപ്പി ഒന്ന് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ ആ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിലും ടേസ്റ്റിലും നമ്മുടെ പനീർ മഖനി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ക്രീം അങ്ങനെ ഉണ്ടെങ്കിലാണ് ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ള പനീർ മഖനിയും റെഡി ആയി കഴിഞ്ഞു. ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്, അതുപോലെ കുറച്ച് സമയം മതി കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് നമ്മുടെ നാടൻ ചോറും കറികളൊക്കെയല്ലേ കഴിക്കാറ്. ഒരു ദിവസമെങ്കിലും നമുക്കൊരു വെറൈറ്റിയൊക്കെ ഒന്ന് പരീക്ഷിക്കണ്ടേ. ഇതൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ബിരിയാണി പ്ലെയിൻ റൈസും അതേപോലെ തന്നെ പനീർ മഖനിയാണ്. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അഥവാ ഇതൊക്കെ ഓൾറെഡി ഉണ്ടാക്കാറുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വെജിറ്റേറിയൻ റെസിപ്പീസ് തന്നെയാണ്. ഞങ്ങൾ ഇടയ്ക്കൊന്ന് നോൺ വെജ് റെസിപ്പീസും ഇടയ്ക്കൊന്ന് കാണിക്കും കേട്ടോ. എന്നും നമ്മൾ വെജിറ്റേറിയൻ തന്നെയാണെങ്കിൽ മടുത്തു പോകത്തില്ലേ. ഇടയ്ക്കൊരു വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പോൾ കുറേ പേരൊക്കെ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് ചെയ്യാമോ അല്ലെങ്കിൽ പനീർ റെസിപ്പീസൊക്കെ ചെയ്യാമോ നമ്മുടെ അടുത്ത് കമൻസിലൂടെ അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടായിരുന്നു ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാനായിട്ട് മറക്കരുത്. എല്ലാവരും അപ്പോൾ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഭക്ഷണം ഉണ്ടാക്കുക, വിളമ്പുക, കഴിക്കുക. അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.